തന്ത്രമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. ഹലോ, ആരാ? ഈ ഡിറ്റോ ഫിഗർ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. അതല്ല ചോദിച്ച ആരാന്ന്. സൗണ്ടൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷേ ഈ ഡിറ്റോ ഫിഗർ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കേട്ടോ. ഇല്ല, ഞാൻ തച്ചോളി മരുവാൻ ചന്തു. ആരാ? തച്ചോളി മരുവാൻ ചന്തു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇപ്പൊ ഓക്കെ. അതാണ് ഇതിനറിയാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? ഞാനിങ്ങനെ തന്റെ കുത്തി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് മരിച്ചു വീണതല്ലേ നിങ്ങൾ കണ്ടത്? പെട്ടെന്നൊരു ആംബുലൻസ് വന്നപ്പോൾ ഉള്ള കൺഫ്യൂഷൻ ആയത്. അതെന്നാണെന്നറിയോ? ഞാൻ മരിച്ചു വന്നപ്പോൾ മറ്റവന്മാരുണ്ടല്ലോ, ആരോമലിന്റെ ഉണ്ണിയാർച്ചയുടെ മക്കള്, അവന്മാരെ മരിക്കാൻ പറ്റില്ല. നേരെ പൊക്കിയെടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് നേരെയാക്കി 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. മനസ്സിലായോ? ഇപ്പോഴും മണിക്കുട്ടഞ്ചേന്റെ മുഖത്തൊരു സംശയം കിടപ്പുണ്ട് അല്ലേ? ഈ പഞ്ചർ കടയിൽ എന്താ ചന്തുവിന് കാര്യം എന്തായിരിക്കും? അത് ഈ വയറ്റിൽ വാള് കുത്തി ഇറക്കിയപ്പോ കുടലിന് പഞ്ചറായല്ലോ. അത് ഡോക്ടർമാർ ഒട്ടിച്ചപ്പോൾ ഐസിയിൽ കിടന്ന് എനിക്ക് വന്ന ഐഡിയയാണ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പഞ്ചർ കട തുടങ്ങും. ഒരു വട്ടം കണ്ടേയുള്ളൂ, അത് ഒന്നെ കണ്ടേയില്ല, ഒരു വർഷം കഴിഞ്ഞു ഞങ്ങൾ വന്നു മാമ. ഓ മാമ ചന്ദമാമ, ഓ മാമ ചന്ദമാമ. ഞാൻ ആരോമൽ ശേഖരന്റെ മകൻ കണ്ണപ്പൻ ഉണ്ണി. ഞാൻ ഉണ്ണിയാർച്ചയുടെ മകൻ ആരോമൽ ഉണ്ണി. പറമോനെ, അമ്മയുടെ വിശേഷങ്ങൾ പറ കേക്കട്ടെ. ജനറൽ ബോഡി കഴിഞ്ഞ് ഇപ്പൊ ശ്വേതാമേനോനാണ് പ്രസിഡന്റ്. ഇത് പറയാനാണോ ഉണ്ണി രണ്ടും കൂടെ രാവിലെ വെളിയിൽ ചാടി വന്നേക്കണത്? അമ്മയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഉണ്ണിയാർച്ചയുടെ കാര്യം പറ. ഉണ്ണിയാർച്ചക്ക് ഇപ്പം പഴയ പോലെ മുട്ടപ്പം മുടിയുണ്ടോ? മിണ്ടാളെ ഞാൻ പറഞ്ഞോട്ടാ, ഇനി ഒന്ന് അടങ്ങ്. പറയാമല്ലേ, ഉണ്ണിയാർച്ചക്ക് ചിരിക്കുമ്പോൾ 2 നുണക്കുഴി വിരിയുമായിരുന്നു പണ്ട്. നിങ്ങൾ വാളെടുക്കും. വരാന്ന് വാളെടുത്ത് ഞാൻ പറഞ്ഞു തീർന്നോട്ടാ. ഒരു സീരിയസ് പാടും. ആരാമല്ലേ, ഈ ഉണ്ണിയാർച്ചയുടെ ചെവിയുടെ പുറകിൽ ചെറിയൊരു പാലുണ്ണി ഉണ്ടായിരുന്നു. അത് കരിച്ചു കളയാൻ പറഞ്ഞായിരുന്നു. അത് കഴിച്ചാർന്നോ? പറഞ്ഞോട്ട് ഇങ്ങോട്ടല്ലേ പറഞ്ഞ വരാന്ന്. പിന്നെ നിനക്ക് എല്ലാത്ത ക്രിമകടിയാണോ? നിനക്ക് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിനിടക്ക് കയറി. ആരോമല്ലേ, ഉണ്ണിയാർച്ചക്ക് ഇപ്പോഴും പഴയ അംഗലാവണ്യമുണ്ടോ? നീ വന്നേ, ഞാൻ പറഞ്ഞുതരാം. പഴയ ആ സൂക്കേട് ഇപ്പോഴും പെണ്ണുങ്ങളെ കാണുമ്പോൾ തീർന്നിട്ടില്ല അല്ലേ? ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണു. ആരോമലേ, എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് മോനെ നീ. അപ്പൊ ഈ ഉണ്ണിയോ? നീ പ്ലെയിൻ ഉണ്ണിക്ക് വല്ല റോളില്ല. എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് മോനെ നീ. പറ, ഉണ്ണിയാർച്ച ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അമ്മ നാദാപുരം പഞ്ചായത്തിലെ 19ാം വാർഡിലെ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. തേപ്പോട്ടിയാണ് ചിഹ്നം. നിന്ന് തൊല്ലുമ്പോൾ അമ്പത്തിനിറങ്ങി. അമ്മയുടെ ശബ്ദം അറിയാലോ. എടാ, ബഹളം ഉണ്ടാക്കണം. നിങ്ങൾ വിശ്രമിക്കും. ഒരു ഇളനീരൊക്കെ കഴിച്ചിട്ട് പോകാം. ഇളനീര് കുടിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള് തലയെടുക്കാൻ വന്നതാണ്. കണ്ണപ്പനുണ്ണി, ഇത് വെച്ചൊന്ന് വായിച്ചേ. പഞ്ചർ കട അല്ലാതെ ഷാപ്പെന്നാണോ? തല ചോദിച്ചാൽ ഞാൻ അവിടെ നിന്നിട്ട് തരാനാണ്. മീനിന്റെ തലയല്ല, ഈ ചതിയ ചന്തുവിന്റെ തല എടുക്കാനാണ് വന്നത്. അമ്മയുടെ ശബ്ദം അറിയാലോ. ഈ തലയെടുത്ത് ചോര കണ്ടു കടകിട്ട് വേണം അമ്മയ്ക്ക് മുടി വാരി കെട്ടാൻ. ഇപ്പൊ തന്നെ അമ്മയുടെ മുടി ഒരുപാട് കൊഴിഞ്ഞ്. ഇനി ഈ തലയെ കൊണ്ട് ചെന്നില്ലെങ്കിൽ മുടി മൊത്തം പോവും. ഒറ്റ നീലവൃങ്ങാതി തീരണ്ട കേസിനാണ് ഈ വാളും പൊക്കി പിടിച്ച് വന്ന് നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കില്ല. കഴിഞ്ഞ വർഷവും നീയൊക്കെ ഇതുകൂടെ വാളുമായിട്ട് വന്ന് എന്റെ തല കൊയ്യാൻ വന്നു. അന്ന് ഞാൻ തന്നെ സ്വയം കുത്തിയിട്ട് മരിക്കാറായപ്പോൾ പറഞ്ഞു എന്റെ തല വെട്ടിയെടുത്ത് കൊണ്ടുപോകളെ. അന്ന് നീയൊക്കെ ചെയ്യാതെ പോയെന്താ? അതെ, നിങ്ങൾ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണത്. നിങ്ങൾ തന്നെ വാളിന് കുത്തി ചത്തപ്പോ ഞങ്ങൾ തല വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പാണം നാട്ടിക്കടെ പാടി നടക്കും. ചന്തു ആത്മഹത്യ ചെയ്തപ്പോ ആ തലയും വെട്ടിക്കൊണ്ട് വന്നേക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ അന്നേരം ഞങ്ങൾ രക്ഷിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ തല കൊയ്യാൻ വേണ്ടി വന്നത്. എന്ത് പരിപാടി ചെയ്തു? ഇതിനൊക്കെ എന്നാ പേരിട്ട് ഞാൻ വിളിക്കണം? ഞാൻ വല്ല പേര് വിട്ടാ കൂടി പോകും. നിനക്കൊക്കെ അറിയാം. അന്ന് തലവെട്ടാൻ ഞാനിപ്പോ സാമ്പത്തിക ഞെരുക്കത്തില്ല. അറിയാവൂ, തലവെട്ടാത്ത സാമ്പത്തിക. പിന്നല്ലാതെ 1 വർഷം കൊണ്ട് ഞാൻ ബജാജിന്റെ EMI എടുത്ത് 2 കുതിരേനെ മേടിച്ചു. മാസം അതടക്കണം.
അല്ലോ ഹൗസിംഗ് ലോൺ എടുത്ത് കളരി പുതുക്കി പണിത് അതടക്കണം. ഇതെല്ലാം പോരാഞ്ഞിട്ട് സഹകരണ ബാങ്കിൽ നിന്ന് പരസ്പരരാമിൽ നിന്ന് ലോൺ എടുത്തത് ഈ ആയുധം മുഴുവൻ മേടിച്ചു വെച്ച്. അത് അന്നേരത്തെ എന്റെ ഒരു കാഴ്ചപ്പാട്. അന്ന് മേടിച്ചതാണ്. ആയുധം എടുത്തിറങ്ങി നിങ്ങൾ വെറും ഭീരുവാണ്. ഭീരു മക്കളെ, ഈ ചന്തുവിന്റെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നില്ലേ ഉള്ളൂ. പടം മാറിപ്പോയി. രണ്ട് പടം. പടം രണ്ടാണേലും ഡയറക്ടർ ഒന്നല്ലേ, ആർട്ടിസ്റ്റ് ഒന്നല്ലേ? എടോ, അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണോ? എന്തെങ്കിലും പറയട്ടെ, അത് വിട്. ഇയാൾക്ക് പേടിയാണ്. അറിയാലോ, ഗുരുക്കന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആയുധമില്ലാത്തവരെ നേരിടരുതെന്ന്. എങ്ങനെ? ആയുധമില്ലാത്തവരെ നേരിടരുതെന്ന് ഗുരുക്കന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആള് എടുത്തിട്ട് വാടാ ചന്തു. ഇപ്പൊ കാരണന്മാരിങ്ങനെ ഓരോന്ന് പറഞ്ഞു വെച്ചോളൂ. വെട്ടിട്ടാതെ രക്ഷപ്പെട്ടു. എന്റെ ആരോമലെ, എന്റെ ഈ ആയുധമില്ലാത്തവരെ വെട്ടാൻ പാടില്ല. ഞാൻ വെട്ടാം. വെട്ടരുത്. അവൻ പറഞ്ഞു കിട്ടില്ല, ആയുധമില്ലാത്തവരെ വെട്ടരുതെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ വിളിച്ചു പറയാൻ പോയത്? ഞാൻ കൈ നിന്നിട്ട് പറഞ്ഞാണ്. എന്നിട്ടിപ്പോ ഫുള്ള് കയ്യിൽ നിന്ന് പോയി നിൽക്കുവാ. എന്നിട്ടാണ് പറഞ്ഞത്. അതിനുമ്പ് അമ്മ തന്നുവിട്ടതാ. അമ്മ തന്നുവിട്ടതാണെന്ന്. ഈ ഉണ്ണിയാർച്ചയുടെ ഒരു കാര്യം, പിള്ളേരുടെ കയ്യിലാണ് ലവ് ലെറ്റർ ഒക്കെ കൊടുത്തു. പണ്ടും ഇങ്ങനെ ഒരേ കുറിപ്പ് ആരെങ്കിലും കൊടുത്തു വിടും. ഞാൻ അത് വായിച്ച് ചെന്ന് ചാടിക്കൊടുക്കും. ഇത് ലവ് ലെറ്റർ അല്ലോ, ബില്ലാണല്ലോ. 1,63,678 രൂപയോ? ഇതെന്നാ ബില്ല് ഇത്? ഇതെന്നാ ബില്ല് ഇത്? നിങ്ങൾ എന്ന് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലായിരുന്നോ? അതിന്റെ ബില്ലാണിത്. ആ ബില്ലാണ്. ഞാനിത് വിശ്വസിക്കില്ല. എന്നെ എല്ലാത്തിനാണ് ആശുപത്രി കൊണ്ടുപോയത്. വാള് കൊണ്ട് വയറിന് കുത്തി തുളയിട്ടിട്ടാണോ? അതെ. പട്ടി കടിച്ചിട്ടല്ലോ. പട്ടി കടിച്ചിട്ടോ? പിന്നെ ഇതിൽ പേവാറെന്ന് എഴുതി വെച്ചേക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ സാധനത്തിനുണ്ടല്ലോ, കർണ അടിച്ച് പൊളിക്കാണ് വേണ്ടത്. അമ്മാവനായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഒരു മഹാമനസ്കത. തലവെട്ടുന്നതിലൊക്കെ വലുതാണല്ലോ കർണ അടിച്ച് പൊളിക്കുന്നത്. നിങ്ങൾ മര്യാദക്ക് പൈസ ഇത് കള്ളബില്ലാണ്. എന്താണ് കള്ളബില്ല്? എന്താണ് ഇതിൽ എഴുതി വെച്ചോ? ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, യമൻ മന്തിയോ? ഐസി കിടന്ന് ഞാനെപ്പോഴാ യമൻ മന്തി കഴിച്ചു? അത് നിങ്ങൾ ഐസി കിടന്നപ്പോ അവൻ ടെൻഷൻ കാരണം കഴിച്ചാ? ഞാൻ കഴിച്ചതാ. എന്റെ വയറിന് കുത്തേറ്റാണോ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത്? അതെ. പിന്നെ എന്റെ കാലിന് എന്തിനാണ് പ്ലാസ്റ്റർ ഇട്ടത്? ഞാൻ ഐസിയിൽ നിന്ന് ബോധം വിട്ട് നോക്കുമ്പോ കാലിൽ ഒരു പ്ലാസ്റ്റർ. അമ്മ അതിനെ സംഭവം അറിയോ? നിങ്ങൾ ഈ വാളിങ്ങനെ കുത്തി കയറ്റിയില്ലേ? അപ്പൊ അത് എല്ലിന്റെ ഇടയ്ക്ക് കുരുങ്ങിയിരിക്കുവായിരുന്നു. യവൻ വലിച്ചു ഊരിപ്പോ ഊരി പോന്നില്ല. അന്നേരം കാലെ ചവിട്ടി പിടിച്ചിട്ട് ഊരിയതാണ്. അപ്പൊ കുഴ തിരിഞ്ഞു പോയതാണ് അമ്മാവ. പൈസ തന്നെ അമ്മാവ. ഞാൻ വേറെ പൈസ ഞാൻ തരും. പക്ഷെ ഈ ഫുഡ് കഴിച്ച പൈസ ഞാൻ തരത്തില്ല. അത് നീയെ കിട്ടുന്നതിന്റെ പൈസ ഞാനും തരും തന്നെ. ആ ഫുഡിന്റെ പൈസ അതെ ഞാൻ പറയാം. 789 രൂപയുണ്ട് ഫുഡ് കഴിച്ചത്. ആ മന്തിയുടെ. അത് ഈ 1,63,678 ഈ 789 രൂപ കുറച്ച് അത് കുറച്ചെത്രയെന്ന് പറ. അല്ല, നിങ്ങൾ കൊണ്ടുവന്ന കണക്ക് ഞാൻ കുറച്ചിട്ട് ചന്തു ചതിച്ചെന്ന് പറയും. അത് വേണ്ട, നിങ്ങൾ കുറച്ചിട്ട് ഇങ്ങനെ തന്നച്ചാ മതി. 1,63,678 789 രൂപ കുറക്കും. എത്ര പൂജ്യം വരും? പേപ്പർ വന്നെ ഞാൻ തരാടാ. കുറക്കടാ. നീ കുറയ്ക്കടാ. നീ കുറച്ചോ. നീയല്ലേ കണക്കിൽ മിടുക്കൻ. ഞാൻ കണക്കില്. ഇതിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്ന്. കുറക്കടാ. കുറക്ക്. 1,63,678 789 കുറക്കും. എന്നിട്ട് കണക്ക് കൃത്യമായിട്ട് പറയണം. കുറക്കടാ. അമ്മാവാ 8-9 പോവില്ല അമ്മാവാ. 8-9 പോയില്ല. അപ്പൊ എന്നാ ചെയ്യണം അമ്മാവ? അപ്പൊ എന്നാ ചെയ്യും? അമ്മാവ? അപ്പൊ എന്നാ ചെയ്യണമെന്ന് വാളും പരിയായിട്ട് പടവെച്ച് നടന്നിട്ട് എടാ 8-9 പോയില്ലെങ്കിൽ കടം മേടിക്കണം. മാറിന്നേ. നാദാപുരത്ത് ഇനി കടം മേടിക്കാൻ ഒരു കടയില്ല, ആൾക്കാരും ഇല്ല. എല്ലാവരോടും കടം മേടിച്ചേക്കുവാണ്. യവനും അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്. മൈക്രോ ഫിനാൻസ് ലോണൊക്കെ ഉണ്ട്. ഈ കണക്ക് ശരിയാക്കി തരാൻ ഞാൻ പൈസ തരത്തില്ല കേട്ടോ. ആണല്ലേ? പൈസ തരത്തില്ല. ഒരു കാര്യം ചെയ്യും, അമ്മാവന്റെ കുടുക്കയിലുള്ളത് പിന്നെ വന്നിട്ട് ഞാൻ കൂട്ടിട്ട് വന്ന് പിന്നെ പറഞ്ഞോളാം. തരാൻ പറ്റുമോ? അങ്ങനെ എന്റെ വഴിക്ക് വാ. ഇയാള് തരികിട പരിപാടി കാണിച്ച് റൂട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചന്തു ചന്തു അല്ലേ? യൂട്യൂബ് മാറ്റി വാട്യൂബ് വെക്കാൻ വ്ളോഗർക്ക് 10,000 പെൺപണം കൊടുത്തവൻ ചന്തു. പഞ്ചറാകാത്ത ടയറിൽ കമ്പ് കുത്തിക്കയറ്റി പഞ്ചറാണെന്ന് നുണ പറഞ്ഞവൻ ചന്തു. ഇനി എന്തൊക്കെ പാടി നടപ്പുണ്ട് പാണാവള്ളി നിങ്ങളുടെ നാട്ടിൽ? പാണാവള്ളി ഗ്രൂമിംഗ് ഉണ്ടോ നടക്കുന്നത്? നിങ്ങളുടെ നാട്ടിൽ രണ്ടുപേരും ട്രാക്ക് മാറ്റി എങ്ങോട്ട് പോണ്? ഇയാളെ തല കൊയ്യാനല്ലേ വന്നത്? റൂട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. വാള് പിടിപ്പിച്ച് പിടിക്കുന്നില്ല. ഈ പിള്ളേരുടെ അടുത്ത് ഒരു രക്ഷയില്ല. ഇവന്മാര് നമ്മുടെ റൂട്ട് വരുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ ഞാൻ നിങ്ങളോട് അംഗം വെട്ടണമല്ലേ? വെട്ടാം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ചന്തു അങ്ങനെ ചാടിക്കേറി എല്ലാവരും പടവെട്ടാറില്ല. പിന്നെ ഒത്ത ചേകവന്മാരെ പടവെട്ടാറുള്ളൂ. ഞങ്ങൾ ഒത്ത ചേകവന്മാരാണോ? പുത്തൂരം വീട്ടിലെ പിള്ളേരല്ലേ ഞങ്ങൾ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തെളിവ് വേണം. നിങ്ങൾ ശരിക്കും ചേകവന്മാരാണോ? പിന്നെ അതെന്നാ ചോദ്യം? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടണം. ഒരു ചേകവൻ ആദ്യം വേണ്ടത് എന്താണ്? പറയൂ.
ഒരു ചേകവൻ ആദ്യം വേണ്ട. നീ പറ എന്തേലും പറ. കച്ച. തോൽവിയാണല്ലോ നീ ഉണ്ണിയാർച്ചയുടെ പേര് കൂടെ കളയുള്ളൂ. ഞാൻ പറയാം. ആ പറ. കുടുമി. അപ്പുറത്ത് തപ്പി കളിക്കണ്ട. കുടുമി. കച്ചയും കുടുമി. അല്ലേ ഇതാണ് വാളാണോ? ആള് പുത്തൂരാന്ന് തറവാട്ടിൽ ചേകന്മാരിൽ നിന്ന് മെഴുകുന്ന മെഴുക്കൽ കണ്ടു. ഇവിടെ ഒരു ചേകവന് വേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് ഇതൊന്നുമല്ല. ഇതുപോലെ നല്ലൊരു കുറി. അറിയിക്കരുത് എന്നെ. അങ്ങനെ ആദ്യത്തെ പരീക്ഷ നിങ്ങൾ തോറ്റിരിക്കുന്നു. ഞങ്ങൾ തോറ്റു. നിങ്ങൾ അമ്പെ പരാജയപ്പെട്ടു. എനിക്ക് രണ്ടാമത്തെ നിങ്ങൾ ചേകന്മാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ എനിക്ക് വെട്ടാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടവുകൾ എനിക്ക് കാണണം. അടവ് ഞാൻ കാണിക്കാം. കാണിക്കൂ. ഇടതു മാറി വലതു മാറി ഇടതു മാറി വലതു മാറി. മാമ ഇടതും വലതും മാറി. ഇനി സ്വതന്ത്രനായിട്ട് നിൽക്കണം. ഇടതും വലതും മാറി. മാമ ഞാൻ കാണിക്കാം. ഇടത് മാറി വലത് മാറി ഞെരിഞ്ഞമർന്ന്. ഞെരിഞ്ഞമർന്നു. അതല്ലേ അമ്മാവ് എനിക്ക് കിട്ടി. ഞെരിഞ്ഞമർന്നല്ല, ഞെളിഞ്ഞമർന്ന്. ഞെളിഞ്ഞമർന്ന് അതല്ലേ? ആരോമൽ പറഞ്ഞോട്ടെ ഞെളിഞ്ഞമർന്നെന്ന്. ഇവിടെ ഞെളിഞ്ഞമർന്നല്ല, മറിഞ്ഞമർന്ന്. മറിഞ്ഞമർന്നല്ല. അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ എത്ര പേരെ പഠിപ്പിക്കും മറിഞ്ഞമർന്ന ആൾക്കാർ. അങ്ങനെയില്ല. മണിക്കൂട്ടൻ ചേവരോട് ചോദിച്ചു നോക്കാം. അങ്ങനെ ചോദിച്ചു നോക്കാം. അല്ല നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങൾ തോറ്റു. നിങ്ങൾ അങ്ങനെ ബഹളം വെക്കണം. ഞാനങ്ങനെ വിട്ടു തരുന്ന ആളല്ല. അരിങ്ങോടരുടെ കളരിയല്ലേ? ആ കൊച്ചാണ് അവിടുത്തെ ചാച്ചനൊന്ന് കൊടുക്കാവോ? അതെ, ഈ ഇടത് മാറി വലത് മാറി പിന്നെ ഞെരിഞ്ഞമർന്നാണോ മലർന്നമർന്നാണോ ഞെളിഞ്ഞമർന്നാണോ ആണോ? ആയിക്കോട്ടെ. എന്നാ പറഞ്ഞ അരിങ്ങോടര് പറയണ കരഞ്ഞമർന്നെന്ന അനുഭവം വെച്ച് പറഞ്ഞതായിരിക്കും. നിങ്ങളൊരു പണി ചെയ്താൽ മതി. വലത് മാറി ഇടത് മാറി അമർന്നെന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞാണോ തിരിഞ്ഞാണോ കമർന്നാണോ മെൻഷൻ ചെയ്യണ്ട. റൂട്ട് മാറ്റി ആയുധം എടുക്കുന്നില്ല പുള്ളി. ആയുധം നിങ്ങൾ അംഗത്തിനിറങ്ങേണ്ടി ഇറങ്ങും കുറെ സമയം. അങ്ങനെ ആയുധം എടുക്കാൻ പറ്റൂ? നിങ്ങൾ കേമനാണെന്ന് തെളിയിച്ചാൽ നിങ്ങളോട് അംഗം പറ്റൂ. ഞാൻ കേമനാണ് ഇതിനകത്ത്. പിന്നെ ഞാനല്ലേ കേമൻ? ഞാനാണ്. ആദ്യം കളരി പോയി. ഞാൻ ആദ്യം അംഗത്തിൽ പോയിട്ട് തല പോയിട്ട് ഞാൻ അംഗത്തിൽ പോയിട്ട് എന്തോ കോയത് നടത്തണം. ഞാൻ എടുക്കാം. നിർത്ത് അമ്മിത്തല്ല. ഞാൻ ചെറിയൊരു പരീക്ഷണം നടത്താം. അതിൽ വിജയിക്കുന്നവർ ഞാനുമായിട്ട് അംഗം വിട്ടു. തയ്യാറാണോ? തയ്യാറാണ്. പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ കഠിനമായ പരീക്ഷകൾ നടത്തിക്കളയും. അയ്യോ, തീവ്രമായ പരീക്ഷണം. എന്നാലും കുഴപ്പമില്ല. ഓക്കെയാണോ? എന്നാ ശരി. നീയാണ് നല്ല ചേകവനെങ്കിൽ ആരോമലിന്റെ മൂക്കിലൊന്ന് തൊടാൻ പറ്റുമോ? കഠിനമായ ചെയ്ത് കാണിക്കേ. നീ തോറ്റി. അവൻ മിടുക്കനായി, നീ തോൽവിയായി. അതാണ്. അപ്പൊ ഞാൻ തിരിച്ച് മൂക്കി തുറന്നോ? നീ മൂക്കി തുറന്നു. മാമ മൂക്കൊത്തി പിടിക്കാൻ പുത്തൂരം വീട്ടിലെ രണ്ട് ഉണ്ണികൾ കിടന്ന് ഉരുട്ടിപ്പിടിക്കണോ? മണ്ണി കിടന്ന് മറിയുവാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പുള്ളിയുടെ തലവെട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ചന്തുച്ചേകവരെ, ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വാൾമുനയായിരിക്കും. അംഗം വിട്ടോന്ന് ഉറപ്പാണ്? ഉറപ്പാണ്. തല കൊയ്യോന്ന് ഉറപ്പാണ്? അപ്പൊ മറ്റേ പൈസ കേസ് കിട്ടോ? അല്ല, പൈസ വേണം. പൈസ മേടിച്ചിട്ട് ഞങ്ങൾ തല കൊയ്തോട്ട് പോകും. പൈസയും തരാൻ വേണം. ഓഫർ ഒന്നുമില്ലേ? ക്രിസ്മസ് അല്ലേ, ഒരു ഓഫർ ഇതാ. വിളച്ചെടുക്കലായിട്ട് നിങ്ങൾ മര്യാദക്ക് പൈസ എടുത്ത് ഞങ്ങൾക്ക് തല കൊയ്തിട്ട് പോകണം. ആണോ? ഉണ്ണിയാർച്ചോട് നോക്കിയിരിക്കണം. അമ്മ എന്നിട്ട് പണി ചെയ്യാം. മക്കളിങ്ങി വന്നേ. എന്താ പറയട്ടെ. പറഞ്ഞോ. നിങ്ങൾ എപ്പോഴും എന്തിനാ ഈ വാളും പൊക്കി പിടിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും മാറ്റി പോയി പറയട്ടെ. ഈ കാണുന്ന സെറ്റപ്പൊക്കെ ഉള്ളൂ. ഇത് ലോണാ. അപ്പൊ ഇത്രയും പൈസ ഒരുമിച്ചെടുക്കാൻ എന്റെ കയ്യിലില്ല. ലോൺ അടക്കാൻ തന്നെ തികയുന്നില്ല. അപ്പൊ ഒരു പണി ചെയ്യാം. ഈ 1,63,678 രൂപ ഉണ്ടല്ലോ, അത് ഞാനൊരു 2 വർഷം കൊണ്ട് 24 തവണയായിട്ടും അടക്കാം. അങ്ങനെ പറയുന്നു. EMI ആയിട്ട് നമുക്ക് പൈസ കിട്ടിയാൽ മതി. പൈസ കിട്ടില്ല ഉണ്ണിയാർച്ച സമ്മതിക്കില്ല. 2 വർഷം കൊണ്ട് ഞാൻ ഇതങ്ങ് അടച്ചു തീർക്കാം. കുഴപ്പമില്ലോ? 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വന്ന് തല കൊയ്യേ കാല് വെട്ടി എന്നെ വേണം ചെയ്യാലോ. അപ്പൊ ഒരു പണി ചെയ്യണം. ഒരു മാസം ഞാൻ എത്ര രൂപ അടക്കണമെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി ഒന്ന് പറഞ്ഞു തന്നെ. 2,63,678 രൂപ 24 തവണ കൊണ്ട്. അപ്പൊ ഒരു തവണ എത്ര രൂപ ഞാൻ അടക്കണമെന്ന് പറഞ്ഞു. 2,60,000 കൂട്ടി പറഞ്ഞാൽ മതി. അല്ല, അത് മാമൻ തന്നെ പറഞ്ഞാൽ മതി. ഞാനെങ്ങനെ പറയും?
എടാ നിങ്ങളുടെ പൈസ അല്ലേ ഞാൻ ചന്തു ചോദിച്ചെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കും. 2,60,30,650 വെച്ച് അടക്കണം. അറുപതിയാ ഓക്കെയാണോ? അല്ലല്ല 650. ചുമ്മാ ഇല്ല 650 അല്ല ഒരു 900 വെച്ച് പിടി. 900 പറ്റില്ല. 900 അടച്ചാൽ മതിയല്ലോ. ഇനി മാറ്റി പറയില്ല. 900 അല്ല മാമൻ തന്നെ പറ. അമ്മാവൻ പറ. ഇതെന്നാന്നറിയ ഈ ഇടങ്ങേർ ഈ 63,678 വന്നോണ്ടേ ഈ പ്രശ്നം. അതെ ആ ചെറിയ സംഖ്യ വന്നാണ് ആ വിഷയം. നിങ്ങളൊരു പണി ആ. നിങ്ങളൊരു 36,322 രൂപ ഇങ്ങോട്ട് താ. അന്നേരം അപ്പൊ ഈ റൗണ്ട് ഒപ്പിച്ച് 2 ലക്ഷം ആകും. അപ്പൊ മാസത്തിൽ ഒരു 18,500 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഈ സംഭവം കണക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. കൈ കൊടുക്ക അമ്മാവാ. അപ്പൊ റൗണ്ട് ഫിഗർ ആകും. അതെ അപ്പൊ ഞങ്ങൾ പൈസ അങ്ങോട്ട് തന്നെ. ആ ഒരു 36,322 രൂപ ഇങ്ങനെ തന്നെ അത് ഞാൻ തരാം മാമ. അല്ലെങ്കിൽ ഞങ്ങൾ പെടുവുള്ളൂ. എന്നാ പിടിച്ചോ. കറക്റ്റുണ്ടല്ലോ. ഇപ്പം ഓക്കെ 2 വർഷം കൊണ്ട് ഞാൻ ലോൺ അടച്ച് തീർക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. സന്തോഷായില്ലേ? സന്തോഷായി. ആ വിട്ടു. രണ്ടുപേരും വെക്കും. എടാ ചതിയൻ ചന്തു, ഞങ്ങൾ വെറും പൊട്ടന്മാരാന്ന് വിചാരിക്കില്ല കേട്ടാ. ഒക്കെന്ന് തോന്നുന്നു. 2 വർഷം കഴിഞ്ഞ് EMI അടച്ച് തീർന്നു കഴിയുമ്പോ ഞങ്ങൾ ഇങ്ങ് വരും. എന്നിട്ട് നിന്റെ തല കൊയ്യും. അതുവരെ ഈ തല ഇവിടെ ഉണ്ടാവണം. പുത്തൂരത്തെ ചേകന്മാരുടെ ബ്രില്യൻസ് മനസ്സിലാടാ ചന്തു. വാ മച്ചിന. 2 ബ്രില്യൻസ് പോയ പോക്കുണ്ടു. ചുമ്മാ വൃശ്ചികമാത്തി ഒരു പണിയില്ലാതെ ഈച്ചയാട്ടിക്കൊണ്ടിരുന്ന എനിക്ക് 36,322 രൂപയും കിട്ടി. 2 വർഷത്തെ ആയുസും നീട്ടി കിട്ടി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? എത്ര പഴകിയാലും ചന്തു ചന്തു തന്നെ ആയിരിക്കും. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ആ